യെസ് അമിഗോസ്. അപ്പോൾ എൻ്റെ ബാക്കിൽ കണ്ടല്ലോ ഈ കാസ പോർച്ചുഗീസ്, അതായത് പോർച്ചുഗലിലെ വീട്. കാസ എന്ന് പറഞ്ഞ വീട് എന്നർത്ഥം, പോർച്ചുഗലിലെ വീട് എന്നുള്ള അർത്ഥത്തിൽ ഈ കാണുന്ന ഫോട്ടോ, അതായത് നമ്മളെ ബെക്കലാവ് എന്ന് പറയും ഇവിടെ, നമ്മളെ നാട്ടിൽ കോഡ് ഫിഷ് ഉണ്ട്. കോഡ് ഫിഷിൽ ചീസ് നിറച്ചിട്ട്, സാറ ചീസ് എന്ന് പറഞ്ഞൊരു സാധനം നിറച്ചിട്ടുള്ളൊരു പ്രത്യേക സംഭവമാണ്. അത് ഈ വൈറ്റ് വൈനായിട്ട് കഴിക്കണം എന്നാണ് അതിൻ്റെ കോമ്പിനേഷൻ, അതാണെന്നാണ് പറയാറ്. അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാത്രമേ ഇത് കിട്ടുള്ളൂ, അത് ഇവിടെയാണ് ഇതിൻ്റെ ഉത്ഭവം. അപ്പം വേറെ എവിടെ അത് ഉണ്ടാക്കിയാലും ഈ ഒരു ടേസ്റ്റിൽ വരില്ല. നമ്മുടെ നാട്ടിൽ ചില ബിരിയാണിയൊക്കെ ചില റെസ്റ്റോറൻറ്റ് കഴിച്ചാൽ ആ ടേസ്റ്റ് കിട്ടുള്ളൂ എന്ന് പറയില്ല. ബിരിയാണി കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ പോകണമെന്ന് പറയില്ല. അതുപോലെ തന്നെ ഇവിടെ ഇത് കഴിക്കണമെങ്കിൽ ഇവിടെ വരണം. അപ്പോൾ നമുക്ക് അകത്തുനിന്ന് കയറി നോക്കാം എന്താണ് ഇങ്ങനെ റേറ്റ് എന്നൊക്കെ. റേറ്റ് കുറവാണെങ്കിൽ നമുക്കൊന്ന് ടേസ്റ്റും ചെയ്ത് നോക്കാമല്ലോ. കേട്ടോ അതിൻ്റെ ഫോമിങ് están invitados a permanecer en la casa portuguesa Pastel Bacalhau y también del siguiente espectáculo. നമ്മളിപ്പോൾ കാണുന്ന പോർത്തോലെ ഫേമസ് വൈനുകളുടെ ബ്രാൻഡുകളാണ് പലതും പോർച്ചുഗീസ് നെയിമിലാട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ എത്ര പഴക്കം ഉണ്ടാവും? ഒരെണ്ണം നോക്കിയിട്ട് പറഞ്ഞുതരാം എത്ര കൊല്ലം പഴക്കമുണ്ട്. 19% ആൽക്കഹോള്. ഒരെണ്ണം ഇതിൽ ഇയർ ഇല്ല, കാണുന്നില്ല. ചിലതിലൊന്നും ഇയർ ഇല്ല. ഇതിലുണ്ട് 2001 വൈനാട്ടാ ഈ ബോട്ടിൽ, കാണുന്നില്ല? ഇതൊക്കെ എൻ്റെ ഇതൊക്കെ 1985 1985 വൈൻ. അങ്ങനെ ഒരുപാട് പണ്ട് ഈ വൈൻ ഇതൊക്കെ എനിക്ക് തോന്നുന്നു മണ്ണിൽ കുഴിച്ചിട്ട ആ ഒരു ഇതാണ്. ഈ കുപ്പിയുടെ മുകളിലൊക്കെ പൊടി തോന്നുന്നു. അതെടുക്കാൻ വേണ്ടി യൂസ് ചെയ്ത ഇതൊക്കെ ഉണ്ട്. അതൊക്കെ 1967 വൈന്. അങ്ങനെ 1987 നമ്മൾ ഓൾറെഡി കണ്ടു. നല്ല രസമുള്ള കുപ്പികളുമാണ്. അതൊക്കെ പിന്നെ 2007 2006 അങ്ങനെയൊക്കെ 2014 അതൊക്കെ നോർമൽ. 1987 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എത്രത്തോളം കാലം ബാക്കായി. എന്നൊക്കെ പറയുമ്പോൾ ഞാനൊക്കെ ജനിക്കേണ്ട 10 കൊല്ലം മുന്നുള്ള വൈനൊക്കെയാണ്, വൈൻ ബോട്ടിലൊക്കെയാണ് ഇവിടെ ഉള്ളത്. 1985. എന്നല്ല എനിക്ക് ഭയങ്കര ഈ ആംബിയൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ഈ ഓപ്പറ ഹൗസൊക്കെ ഇല്ലേ, ഓപ്പറ ഹൗസിനൊക്കെ അതുപോലെ ഉണ്ട്. ആൾക്കാരൊക്കെ കുറിച്ച് കയറും കേട്ടോ. ഇവിടെ അവിടെ ആ പ്ലേസിൽ പിയാനോ പ്ലേ ചെയ്യും. പിന്നെ അതിൻ്റെ ഒരു ആംബിയൻസ്, ഇവരുടെ ഈ ആംബിയൻസ് തന്നെയാണ് ഹെവി. ഈ ഒരു വേലാട്ടം അവരുണ്ടാക്കണ, അതായത് ഗാർലിക്, ഉരുളക്കിഴങ്ങ്, കോഴിമുട്ട, പിന്നെ മിൻറ്റ് ലീഫ്, അതൊക്കെ അവിടെ ഫ്രണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തായാലും അവരുടേതായ എന്തെങ്കിലും ഒരു കുട്ടൻസ് സംഭവം എന്തായാലും 100% ഉറപ്പാണ് അതുണ്ടാവും. ആ ഉണ്ടാക്കി വെച്ചൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് ഓർഡർ ചെയ്യാൻ പോവാണ്. എന്താണെന്ന് നൈസായിട്ട് നോക്കാം. You speak English? Yes. How can you tell about something about this for me? Can you tell something about this for me? What is the wine mix of like? What is the wine? Yeah, mix. Is that your special something? No, we have the cod fish pastry. Is very traditional in Portugal. Okay. It's a salty pastry. So the wine. It's only getting here in the Porto. No, you can
get it overall in Portugal. all of Portugal, but it's more typical to have in Porto. Yes, Porto same. So why it's like famous here in the Yes. why it's famous? So you have something secret. No, it's not something secret, but it's very ancient. It's been around in Portugal for many centuries now. Ah, So it's okay. very, very old, and everyone knows it, and it's probably in all of the restaurants. Ours is special because we are the only ones that use queijo da Serra da Estrela, Ah, which is okay. very, very, very traditional. Traditional and We're the only ones that can expensive. use it. And also we have the white port wine, but it's a sweet white port wine to go against Okay. the savory of the cell. Yes. So that's our combination right here. Thank you so much. Hold it with your thumb. Like this? Exactly. Perfect. Yeah. Thank you. Cheers. ഓക്കെ അപ്പോൾ വൈനോട് ഇരിക്കുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് വൈനോട് ഇരിക്കുന്നുണ്ട്, ബക്കലാവോട് ഇരിക്കുന്നുണ്ട്. ഈ ഗ്ലാസ് നമുക്ക് ഫ്രീ ആട്ടോ. ഞാൻ എന്തായാലും ബക്കലാവ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എന്താ നോക്കാം, സെറ്റപ്പ് എന്താ നോക്കാം. ആ ചൂടോടൊക്കെ കൂടി തന്നെ കഴിച്ചില്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടില്ലെങ്കിലോ. വെറുതെ ആൾക്കാരെ കൊണ്ട് പിന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ കാണുമ്പോഴായിരിക്കും നല്ല ഉറപ്പാണ്, കല്ല് പോലെ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് അടിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകണതൊക്കെ ഒന്ന് സിമ്പിളായിട്ട് പോകുന്നത്. അടിപൊളി സംഭവം. അടിപൊളി പറഞ്ഞാൽ സജസ്റ്റ്ഫുള്ളാണ്. പുറത്തുള്ളവരെയും വരുന്നെങ്കിൽ ഇവിടെ സിറ്റി സെൻറ്ററിൽ തന്നെ ഗായ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അടിപൊളി. ഇതിനോട് വൈൻ കുടിക്കണം എന്നാണ് പറഞ്ഞത്. വൈൻ ഞാൻ ഗോവയിൽ നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഗ്ലാസ് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ലല്ലോ. ഗ്ലാസ് വൈൻ കുറച്ച് വിചാരിക്കുന്ന ആളല്ല വൈന്. പക്ഷെ ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ എന്നാണ് പറയുന്നത്. എന്തായാലും വൈൻ ഞാൻ തീർക്കുന്നില്ല. ഇതൊന്ന് അടിപൊളി. അപ്പം നമ്മുടെ പുള്ളിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പിയാനോ പ്ലേ ചെയ്യുമ്പോൾ കേട്ടോ അതിലേക്ക് മ്യൂസിക് കേട്ടുകൊണ്ട് നമുക്ക് ഈ പാസ്ത ദി ബക്കലാവ് എൻജോയ് ചെയ്യാം. സോ ബക്ലാവ് ഗോഡ് ഫിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാണ്. നമുക്ക് ഇനിയും
വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും വേറെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പം നമുക്ക് അതിലേക്കൊക്കെ പോവാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും അടുത്ത വീഡിയോയിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യട്ടാ. കാണൂ കണ്ടുകൊണ്ടേയിരിക്കൂ.